ഓക്കെ. നമ്മൾ ലാസ്റ്റ് ലാബിൽ ചെയ്തിരുന്നത് ഇതിന് മുമ്പുള്ളൊരു ലാബായിരുന്നു. അതായത് SRF. ജസ്റ്റ് സെക്കൻഡ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ലാബ് ചെയ്തിരുന്നത് ഇത് ഈ ഒരു ലാബായിരുന്നു അല്ലേ, ബ്ലൈൻഡ് SSRF വിത്ത് ഔട്ട് ഓഫ് ബാൻഡ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞ ലാബായിരുന്നു ചെയ്തിരുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതാണ് കേട്ടോ. അതായത് SSRF വിത്ത് ബ്ലാക്ക് ലിസ്റ്റ് ബേസ്ഡ് ഇൻപുട്ട് ഫിൽട്രേഷൻ എന്ന് പറഞ്ഞ ഏരിയ. അതായത് നമ്മൾ കഴിഞ്ഞ ലാബുകളിലൊക്കെ പറഞ്ഞു, നമ്മൾ ലോക്കൽ ഹോസ്റ്റ് വെച്ച് കണക്ട് ചെയ്തിട്ട് ഒരു URL വെച്ച് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ലോക്കൽ ഹോസ്റ്റിൻ്റെ IP അഡ്രസ് വെച്ച് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് SSRF ഉണ്ടോ ഇല്ലെന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്തു. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേനും എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇവർ കുറച്ച് ഇൻപുട്ട് ഇവർ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചില ഇൻപുട്ടുകൾ അവർ ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ എങ്ങനെ ബൈപ്പാസ് ചെയ്യാമെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, ജസ്റ്റ് ഒന്ന് ലാഭം എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മൾ സ്റ്റോക്ക് ചെക്ക് ഏരിയയിൽ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ സ്റ്റോക്ക് ചെക്ക് ചെയ്യുന്ന ഏരിയയിൽ തന്നെയാണ് ഇഷ്യൂ ഉള്ളതെന്ന് പറയുന്നുണ്ട്. ടു സോൾവ് ദ ലാബ്, ചേഞ്ച് ദ സ്റ്റോക്ക് URL ടു ആക്സസ് അഡ്മിൻ ഇൻ്റർഫേസസ്. ഓക്കെ, ഈ ഒരു ഇതിലോട്ട് നമ്മൾ ആക്സസ് കിട്ടണം. എന്നിട്ട് നമ്മൾ കാർലോസിനെ ഡിലീറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. ഡിലീറ്റ് കാർലോസ് എന്നാലുള്ളൂ നമുക്ക് ലാബ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്ന് ആക്സസ് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒരു പ്രൊഡക്റ്റ് എടുത്തു, അതിന് മുമ്പ് വെബ്സൂട്ട് ഒന്ന് പ്രോക്സി ഒന്ന് കണക്ട് ചെയ്യട്ടെ. ഇതിൻ്റെ ലാബ് സെറ്റപ്പ് വീഡിയോ, അതായത് വെബ്സൂട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു തരാം കേട്ടോ. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് എടുത്തു, നെറ്റിന് ഇച്ചിരി ഇഷ്യൂ ഉണ്ടേ. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് എടുത്തു. ഓക്കെ, ഇനി നമുക്ക് ഇത് ചെക്ക് ചെയ്യുന്നതിൻ്റെ, ഈ സ്റ്റോക്ക് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഏരിയ ആണ് നമുക്കവിടെ വേണ്ടത്. ഓക്കെ, ആ ഒരു റെസ്പോൺസാണ് നമുക്കവിടെ മാനേജ് കിട്ടേണ്ടത്. ആ റിക്വസ്റ്റാണ് കിട്ടേണ്ടത്, സോറി റെസ്പോൺസ് അല്ല, റിക്വസ്റ്റ്. ഓക്കെ, ഇൻ്റർസെപ്ഷൻ ഓണാക്കി ചെക്കും എടുത്തു. ഓക്കെ, ഈ റിക്വസ്റ്റ് നമുക്ക് കിട്ടി. ഇതുമാണ് നമുക്ക് ഇത് സെൻഡ് ടു റിപ്പീറ്റിലോട്ട് കൊടുക്കുക, എന്നിട്ട് ഇൻ്റർസെപ്ഷൻ ഓഫ് ആക്കുക. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് നോക്കാം. അതായത് നമ്മളോട് നേരത്തെ എന്താണെന്ന് പറഞ്ഞാൽ ലോക്കൽ ഹോസ്റ്റിലോട്ട് ഇത് ഈ ഒരു ഏരിയ തന്നെയായിരുന്നു, സ്റ്റോക്ക് API എന്ന് പറഞ്ഞ ഏരിയ തന്നെയായിരുന്നു ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ കണ്ട ലാബുകളിലൊക്കെ പറഞ്ഞായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ ആ ഒരു നമ്മളോട് എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു HTTP ഈ ഒരു ലൊക്കേഷനിലോട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. അതായത് റീഡയറക്റ്റ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഫിൽട്ടർ ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന്. ഓക്കെ, റെസ്പോൺസ് കണ്ടോ, ജസ്റ്റ് എക്സ്റ്റേണൽ സ്റ്റോക്ക് ചെക്ക് ബ്ലോക്ക് ഫോർ സെക്യൂരിറ്റി റീസൺ. അതായത് ഈ ഒരു ഏരിയ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കണ്ടോ. ഓക്കെ, ലോക്കൽ ഹോസ്റ്റ് എന്നുള്ള വേർഡ് മാറ്റിയിട്ട് നമുക്ക് ലോക്കൽ ഹോസ്റ്റിൻ്റെ IP തന്നെ ഇട്ട് നോക്കാം. എന്താണ് ലോക്കൽ ഹോസ്റ്റിൻ്റെ IP? 127.0.0.1. ഓക്കെ, എന്നിട്ട് നമുക്ക് അഡ്മിൻ ആയ്മ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം മീൻസ് വർക്കിംഗ് ആണോ ഇല്ലെന്ന്. സെൻഡ് ചെയ്ത് നോക്കി IP ഇട്ടപ്പോഴും, അതായത് നമ്മൾ ലോക്കൽ ഹോസ്റ്റിൻ്റെ IP ഇട്ടപ്പോഴും നമ്മളോട് പറയുന്നു ഇത് ബ്ലോക്കാണെന്ന് കാണിക്കുന്നുണ്ട് കണ്ടോ, ബ്ലോക്ക് ചെയ്യുന്നതെന്ന് കാണിക്കുന്നുണ്ട്. അതിനർത്ഥം അത് ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫിൽട്ടർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് മിക്കവാറും ഇത് നമുക്കൊന്ന് ഇതിൽ മിക്കവാറും ചെയ്യാൻ ചാൻസ്, ഫിൽട്ടർ ചെയ്യാൻ ചാൻസ് ഈ പറഞ്ഞ 0 എന്ന് പറഞ്ഞ പോർഷൻ ആയിരിക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് 0 ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് സെൻഡ് ചെയ്ത് നോക്കാം എല്ലാം കിട്ടുന്നുണ്ടോ, റെസ്പോൺസ് കിട്ടുന്നു. ഓക്കെ, ഞാൻ ജസ്റ്റ് 127.1 എന്ന് കൊടുത്തപ്പോൾ കിട്ടി. കാരണം നമ്മൾ 0 എന്നുള്ള എടുത്ത് 0.0 എന്നുള്ള എടുത്ത് കളഞ്ഞപ്പം അവിടെ ഫിൽറ്ററിങ് ആണ്. ഫിൽറ്ററിങ് എന്താ കൊടുത്തിരുന്നത്, ആ ഒരു IP അഡ്രസ്സിൻ്റെ 2 പോർഷൻ ആ ഒരു ഏരിയ ആയിരുന്നു കൊടുത്തിരുന്നത്. പക്ഷേ അത് നമ്മൾ എടുത്ത് കളഞ്ഞപ്പോൾ നമുക്ക് ബ്ലോക്ക് ഇല്ല, സക്സസ് ആയിട്ട് കയറി പോകാൻ പറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ ലോഗിൻ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്തിലോട്ടാണ് കയറണമെന്ന് പറഞ്ഞിരുന്നത്, നമ്മൾ അഡ്മിൻ എന്ന് പറഞ്ഞ പാത്തിലോട്ടാണ് കയറേണ്ടത് അല്ലേ. നമുക്ക് ഇനി അഡ്മിൻ ഇട്ട് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്. അഡ്മിൻ ആഡ് ചെയ്തു, അത് നമ്മൾ ആഡ് ചെയ്ത് നോക്കി. അപ്പം വീണ്ടും നമുക്കവിടെ ബ്ലോക്ക് കിട്ടി അല്ലേ. അതിനർത്ഥം എന്താണ്, ഇവർ അഡ്മിനും ഈ അഡ്മിൻ എന്ന് പറഞ്ഞ വാല്യൂവും ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഇത് ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പം
നിങ്ങൾ കണ്ടിട്ടുണ്ടാവും URL എൻകോഡിങ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിയുമ്പം അത് അതേപടിയാണോ URL കാണാൻ പറ്റുക, അല്ലെങ്കിൽ URL കാണാൻ പറ്റുന്നത്? അല്ലല്ലോ, ജസ്റ്റ് ഒരു URL എൻകോഡിങ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കും ഇതിനെ ഒന്ന് URL എൻകോഡ് ചെയ്യാം. ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തു, കൺവേർട്ട് സെലക്ഷൻ URL എൻകോഡ് ക്യാരക്ടേഴ്സ്. ഓക്കെ, ഞാൻ ജസ്റ്റ് സെൻഡ് ചെയ്ത് നോക്കാം എല്ലാം കിട്ടുമോ ഇല്ലെന്ന്. ഓക്കെ, എന്നിട്ടും കിട്ടുന്നില്ല. അഡ്മിൻ, ഓക്കെ, ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം URL എൻകോഡ് ചെയ്യാൻ വേണ്ടി. URL എൻകോഡിങ് ഓൺ ക്യാരക്ടേഴ്സ് സെൻഡ് ചെയ്ത് നോക്കാം. ഇൻവാലിഡ് ആണ് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു മെത്തേഡല്ല, നമുക്ക് ജസ്റ്റ് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഓരോ ലെറ്റേഴ്സിനെ വെച്ചിട്ട് നോക്കാം. ഇനി നമുക്ക് നേരത്തെ ഞാൻ അഡ്മിൻ എന്ന് പറഞ്ഞ ഫുൾ വാല്യൂ എടുത്തിട്ടാണ് നമ്മൾ ബ്ലോഗ് ഇത് ചെയ്തിരുന്നത് അല്ലേ. അപ്പം ഞാൻ ഈ A എന്ന് പറഞ്ഞ വാല്യൂ മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സെൻഡ് ചെയ്ത് നോക്കാം, കിട്ടുന്നില്ല. ഒന്നുകൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആ സെയിം വാല്യൂ ഇപ്പോൾ നമ്മൾ എൻകോഡ് ചെയ്ത് വെച്ചേക്കുന്ന വാല്യൂ തന്നെ ഒന്നുകൂടെ ചെയ്ത് നോക്കാം. നമുക്ക് സക്സസ്ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഞാനിത് A മാത്രമേ ഉള്ളൂ URL എൻകോഡ് ചെയ്തിട്ടുള്ളത്. അത് ഒന്നല്ല 2 പ്രാവശ്യം ഞാൻ URL എൻകോഡിങ് നടത്തി. അതുകൊണ്ടാണ് നമുക്കവിടെ ആക്സസ് കിട്ടിയത് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം നടത്തിയിട്ട് ചെക്ക് ചെയ്ത് നോക്കി, അപ്പോൾ നമുക്കവിടെ റെസ്പോൺസ് ബ്ലോക്ക് തന്നെയാണ് കാണിക്കുന്നത്. രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഒന്നുകൂടെ ചെയ്ത് നോക്കിയപ്പോൾ നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് അഡ്മിൻ പാനൽ തന്നെയാണ് കിട്ടിയതെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് അഡ്മിൻ ഒന്ന് അടിച്ചു കൊടുത്ത് ചെയ്യാൻ കേട്ടോ. ഇവിടെ നമുക്ക് അഡ്മിൻ പാനൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എന്തായിരുന്നു ലാബിൽ പറഞ്ഞിരുന്നത്, കാർലോസ് എന്ന് പറഞ്ഞ യൂസറിനെ ഡിലീറ്റ് ചെയ്ത് കളയണം, എന്നാലേ നമുക്ക് ലാബ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞല്ലേ. ഇപ്പോൾ ഇതിനകത്ത് യൂസേഴ്സിന് വീനറിൻ്റെ ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, കാർലോസിന് ഡിലീറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഓൾറെഡി നമുക്ക് അഡ്മിൻ്റെ ഐഡിയ വേണം, കാരണം അത് വേണ്ട. നമുക്ക് അഡ്മിൻ്റെ ഏരിയ അവിടെ വേണ്ട, കാരണം ഓൾറെഡി ഞാനിവിടെ എൻകോഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അല്ലേ. ആ അഡ്മിൻ എന്ന് പറഞ്ഞ വാല്യൂവിനെ എൻകോഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്, URL എൻകോഡ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഇനി ഈ പറഞ്ഞ ഡിലീറ്റിൻ്റെ ആ ഒരു ഓപ്ഷൻ മാത്രം കോപ്പി ചെയ്തിട്ട്, ഒരു പാത്ത് മാത്രം കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. നമുക്ക് സെൻഡ് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ അഡ്മിന് ഡിലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ അഡ്മിൻ പാനലിൽ കയറിയിട്ട് കാർലോസ് എന്ന യൂസറിനെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ട്. അതാണ് ഇവിടെ റെസ്പോൺസ് 3 നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. ജസ്റ്റ് ഇത് റെസ്പോൺസ് ചെക്ക് ചെയ്യണമെങ്കിൽ ഷോ റെസ്പോൺസ് ഇൻ ബ്രൗസർ കോപ്പി ചെയ്തിട്ട് ഇവിടെ കൊണ്ട് റെസ്പോൺസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, നമ്മൾ ലാബ് സോൾവ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ നമ്മൾ ലാബ് സോൾവ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ ഓൾറെഡി ആ ഒരു കാർലോസ് എന്ന യൂസറിനെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് ഒരു ലാബ് SSRF. ഇപ്പം നമുക്ക് ബ്ലോക്കിങ്, ഫിൽറ്ററിങ്, പല കാര്യങ്ങളും ഫിൽറ്റർ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇപ്പം നമ്മുടെ സെർച്ച് ബാറിൽ പല വേർഡ്സുകൾ നമ്മൾ XSS SQL ഇഞ്ചക്ഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പല ടാഗുകളൊക്കെ ഉണ്ടല്ലോ, SQL അല്ലെങ്കിൽ എന്താ സ്ക്രിപ്റ്റ് ടാഗിലൊക്കെ. അപ്പോൾ ആ സ്ക്രിപ്റ്റ് അതുപോലത്തെ കുറേ കണ്ടൻറ്റുകൾ മാത്രം ഇവർ ഫിൽറ്റർ ചെയ്ത് വെക്കും. കാരണം അങ്ങനത്തെ കണ്ടൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ അത് ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഒരു ഫിൽട്രേഷൻ, ഇൻപുട്ട് ഫിൽട്രേഷൻ നടന്നുകൊണ്ടാണ് നമുക്കത് ഫസ്റ്റ് ഇനീഷ്യൽ നോർമൽ രീതിയിൽ നമ്മൾ ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് അവിടെ കിട്ടാഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്തു, അതിനെ ഒന്ന് ബൈപ്പാസ് ചെയ്യുന്ന രീതി. ഇപ്പം നമ്മൾ ഏത് രീതിയിലുള്ള സെക്യൂരിറ്റി കൊടുത്താലും അതിനെയൊക്കെ നമുക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും. സമയം എടുത്താന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആ ടെക്നിക്സിനെയൊക്കെ നമുക്ക് ബൈപ്പാസ് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ.